ഇന്ന് എൻ്റെ ലൈഫിലെ മോസ്റ്റ് എക്സൈറ്റഡ് ഡേ ആണ്. ഞാൻ ഈ ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങി നടന്ന് ടാക്സി കയറി പോകുന്നത് എങ്ങോട്ടാണെന്ന് നോക്കാം. വാ. അങ്ങനെ മക്കളെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. ഞാൻ ദേ ക്രോസ് ചെയ്ത് അങ്ങ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം മോൾ ഓഫ് എമിറേറ്റ്സ്. അതിൻ്റെ ഉള്ളിൽ സ്കീ ദുബായിലാണ് നമ്മളിന്ന് പോകുന്നത്. സമ്മർ സീസൺ ആയതുകൊണ്ട് പുറത്ത് നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പയ്യെ നടന്ന് ദേ മുകളിലേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെ സ്കീ ദുബായ് എത്തി. ഞാൻ അതിലേക്ക് പയ്യെ എൻ്റർ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചുറ്റുമൊന്ന് നോക്കി നേരെ കയറി. ഒന്നും നോക്കിയില്ല, ഞാൻ ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. എൻട്രൻസിൽ തന്നെ 3 സിംഗിങ് റെയിൻഡിയറിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് വന്ന് ഓൺലൈൻ കൗണ്ടർ കണ്ടുപിടിച്ചു. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തതുകൊണ്ട് ജസ്റ്റ് എൻ്റെ ഓൾറെഡി ഉള്ള ടിക്കറ്റിൻ്റെ QR കോഡ് കാണിച്ചു കൊടുത്തപ്പോൾ അവരൊരു ബാൻഡ് നമുക്ക് കയ്യിൽ കെട്ടിത്തന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ പോവേണ്ടത് സ്നോ പ്രോ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫ്രീ ഗ്ലൗസ് അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അവിടെ ടൂറിസ്റ്റിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ, പെൻഗ്വിൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. ടീഷർട്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് കണ്ട. കുഞ്ഞു പെൻഗ്വിൻ തുടങ്ങി വലിയ പെൻഗ്വിൻ വരെ. പിന്നെ കുറച്ച് ടോയ്സ്, പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഞാൻ സ്നോ പ്രോയിൽ പോയി എൻ്റെ ഗ്ലൗസ് വാങ്ങി. നെക്സ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഷൂസും ജാക്കറ്റും വാങ്ങുക എന്നുള്ളതാണ്. അവിടെ ക്യൂ നിന്നു. അങ്ങനെ ഫൈനലി എൻ്റെ ഷൂസും എൻ്റെ ജാക്കറ്റും എൻ്റെ സൈസ് അനുസരിച്ച് അവർ പ്രൊവൈഡ് ചെയ്തു. മങ്കി ക്യാപ്പ് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ഔട്ട് ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനർ വന്നു. ട്രെയിനർ പറഞ്ഞു വാ ഫോളോ മീ എന്ന്. അങ്ങനെ ഞങ്ങളൊരു 6 മെമ്പർ ഗ്രൂപ്പായിട്ടാണ് പോയത്. ഞങ്ങൾ പെൻഗ്വിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പെൻഗ്വിനെ കാണാൻ പോയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് ആയിരുന്നില്ല. അപ്പം അവർ ഫോട്ടോഗ്രാഫർ എടുത്ത് തന്നൊരു ഫോട്ടോ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ലൈഫിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലും തൊടാത്ത ഞാൻ ഫസ്റ്റ് ടൈം ഞാനൊരു പെൻഗ്വിനെ തൊട്ടു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. 1 ടൈം നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം, അടിപൊളിയാണ്. അങ്ങനെ പിന്നെ ഞാൻ ആ മാജിക് വേൾഡിലേക്ക് എൻ്റർ ചെയ്തു. സ്നോ ഒക്കെ കണ്ടില്ലേ, എന്തായിരുന്നു ആ ഫീലെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സൂപ്പറായിരുന്നു. അതിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. അതിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു ഫിലിം കാണുന്ന ഒരു രീതിയിൽ പുറത്തത്തെ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ആക്ച്വലി എന്താണ് അതിൽ എൻ്റെ ഉള്ളിലെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വൺസ് ഇൻ എ ലൈഫ് ടൈം ദുബായിലുള്ളവർ പോയിരിക്കണം എന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ദേ വായിന്ന് പുകയൊക്കെ വരുന്നതുണ്ടോ. ഞാൻ എന്തോ ഒരു ഫിൻലാൻഡിലോ കാനഡയിലോ എന്നൊക്കെ ആണെന്നുള്ളൊരു ചിന്ത എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത ഒരു റൈഡാട്ടോ ഇത്, ചെയർ ലിഫ്റ്റ് റൈഡ് എന്ന് പറയുന്നത്. അയ്യോ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ആ ഒരു സീറ്റിൽ കയറി ഇരിക്കുമ്പം പെട്ടെന്ന് കയറി ചാടിയിരുന്ന് മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നെഞ്ചെന്നൊരു പെടപെടാന്നൊരു ശബ്ദമൊക്കെ കേട്ടു. പിന്നെ പയ്യെ അത് മാറി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ബുക്ക് ചെയ്തത് ഈദ് പാസിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അൺലിമിറ്റഡ് റൈഡ് ആയതുകൊണ്ട് വീണ്ടും ഞാൻ ഈ ഒരു റൈഡിൽ കയറി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു റൈഡായിരുന്നു. ചെയർ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും താഴെ കുറേ പേര് ഇങ്ങനെ സ്കേറ്റ് ചെയ്യണതും. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഏറ്റവും പൊക്കത്തു നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. സ്കീ ദുബായിൽ ടോട്ടൽ ഒരു 6000 ടൺ സ്നോ ഉണ്ടെന്നാണ് പറയണേ. 30 to 40 ടൺ സ്നോ അവർ എല്ലാ ദിവസവും രാത്രി ഒരു സിമ്പിൾ പ്രൊസീജിയറിൽ കൂടെ അവർ അത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ശ്രദ്ധിക്കണത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു വ്യൂ ആണിത്. അയ്യോ അടിപൊളി വ്യൂ ആണിത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.
അങ്ങനെ ഇനി എന്തിൽ കയറും, ഏത് റൈഡിൽ കയറും, ആകെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി നടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു താഴെ ഒന്ന് പോയി നോക്കാം, അവിടെ ജസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാൻ ബോബ് സ്ലെഡിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോഴുള്ള വ്യൂ ആട്ടോ ഇത്. ഇതിൽ കൂടെയാണ് നമ്മൾ റൈഡ് ചെയ്യണത്. അങ്ങനെ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരിതിൽ ഈ കുറച്ച് പിള്ളേരിങ്ങനെ അവരുടെ ആഘോഷങ്ങൾ ആഘോഷിക്കണമൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പയ്യെ നടന്ന് ഞാൻ നേരെ ക്യൂവിലേക്ക് പോയി. അവിടെ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓൾറെഡി അവിടെ മുന്നിലുണ്ടായിരുന്നു അവരുടെ വീഡിയോ എടുത്തു. നമ്മളുടെ 2 കൈയും ഷോൾഡറിൽ ഇങ്ങനെ വെക്കണം, 2 ഷോൾഡറിൽ ക്രോസ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേടിയായിട്ട് ഞാൻ രണ്ടാമത് കയറിയില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചു. അതെൻ്റെ പാക്കേജിൽ എനിക്ക് ഫ്രീ ആയിരുന്നു ഈ ഹോട്ട് ചോക്ലേറ്റ്. ഞാൻ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ്മെല്ലോ ആണ് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ കയറിയത് ഒരു 8 പോലെ ഒരു സാധനം. നമ്മൾ വീഗാലാൻഡിലൊക്കെ ഒരു 8 പോലത്തെ സാധനത്തിൽ കയറില്ല, അതുപോലെ തന്നെ സെയിം. പക്ഷെ ഞാൻ സിംഗിൾ ആയതുകൊണ്ട് സിംഗിൾ റൗണ്ടാണ് എടുത്തത്. ആ സിംഗിൾ റൗണ്ടിൽ ഞാൻ ഇരിക്കും. അപ്പോൾ ഉള്ളൊരു റിയാക്ഷൻ ഞാൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിലിട്ടതാണ്. ജസ്റ്റ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സ്നോ ഒക്കെ വന്ന് നമ്മുടെ മുഖത്തേക്ക് വീഴും. അടിപൊളിയായിരുന്നേ. ഈ ഒരു ഇവിടെ നിന്ന് താഴോട്ട് അങ്ങോട്ട് ഇടും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഒരു ജീപ്പ് റൈഡായിരുന്നു. എനിക്ക് ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഇതെന്ന് പറഞ്ഞാൽ വേറെ ജീപ്പ് വന്ന് നമ്മൾ ഇടിക്കരുത്, അങ്ങനെ ഒരു ഗെയിമായിരുന്നു. അതും 2 ഇടിയൊക്കെ കൊണ്ട്, എന്നാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആരും മിസ് ചെയ്ത് ലൈഫിൽ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.